ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഭയങ്കരമായ മഴയും കാറ്റും. മഴയെന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ, അത്രയ്ക്കും ഭയങ്കരമായ മഴയും നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ കാണാം നമുക്ക് സിറ്റൗട്ടിലിരിക്കുമ്പോൾ. നല്ല മഴയുണ്ട്, കാറ്റും ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അപ്പം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് പറയുമ്പം നമ്മളിന്ന് നൈറ്റ് സ്പെഷ്യൽ നമ്മളൊരു കഞ്ഞിയും അച്ചാറുമാണ് ഇന്നത്തെ ഫുഡ്. ഇന്ന് നമ്മൾ ചോറും മീനും അതുപോലെ തന്നെ ചിക്കനും ബീഫും അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്, ഇറച്ചി മീൻ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മിക്ക ദിവസങ്ങളിലും മീൻ ചോറ് അങ്ങനെയൊക്കെയല്ലേ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വെച്ചു നൈറ്റ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ, കഞ്ഞിയും അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മഴയും തണുപ്പും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കഞ്ഞിയൊക്കെ ചുടിക്കുന്ന നല്ല ഇതാണ്, അപ്പോൾ ശരീരത്തിനും ക്ഷീണത്തിനും നല്ല ഇതായിരിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ കഞ്ഞി വയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ ഇതിപ്പോൾ ഞാൻ അച്ചാർ ഇടാനായിട്ട് പോകുന്നതാണ്. അച്ചാർ എന്ന് പറയുമ്പോൾ നാരങ്ങ അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇടുന്നത് ഇങ്ങനെയാണ് സംഭവം. എനിക്കത് പുഴുങ്ങുന്ന വീഡിയോസൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഇഡലി പാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റീമറോ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ നാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ആവി കയറ്റുന്നുണ്ട്. അപ്പോൾ ആവി കയറ്റി വെന്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കും. കട്ട് ചെയ്ത് വെച്ച് അതിനകത്ത് ഉപ്പും കൂടി കുറച്ചിട്ടിട്ട് നമ്മളതങ്ങനെ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ചുമന്ന് ഒരു ബ്രൗൺ നിറം, ഒരു കളർ വ്യത്യാസം വരുമല്ലോ, അതുവരെ നന്നായിട്ട് മൂക്കണം. അപ്പോൾ നല്ലതായിട്ട് മൂത്ത് വന്നിട്ട് അത് ബ്രൗൺ നിറമാവണം. അപ്പോൾ ഈ ബ്രൗൺ നിറം ആയതിന് ശേഷം നമ്മൾ കറിവേപ്പില, വറ്റൽമുളക് അതും കൂടി അതിലേക്ക് ഇടണം. അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ സംഭവം ഞാൻ റെഡ് ചില്ലി മുളക് മറ്റേ ഇതാണ് മുളകില്ലേ, പിരിയമുളക്. അപ്പോൾ അത് തീർന്നു പോയി സംഭവം. പിന്നെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറുത്, അപ്പം അതാണ് ഇടുന്നത് ഞാൻ. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് നിറവ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിറം മാറിയിട്ട് വരും, ബ്രൗൺ നിറമായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് അതിനകത്തേക്ക് വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സംഭവം മറ്റ് വീഡിയോസൊന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് കറണ്ട് പോയി. അപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം മഴയായിട്ട്, നല്ല മഴയല്ലായിരുന്നോ, കറണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പം ബാക്കി സംഭവങ്ങളെല്ലാം ചേർത്ത് ഈത്തപ്പഴമൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഈത്തപ്പഴം ഇടുന്നുണ്ട്, ഉലുവാപ്പൊടി എല്ലാമൊക്കെ ചേർത്താണ് ഇടുന്നത്. പിന്നെ കഞ്ഞി വയ്ക്കാനായിട്ട് അരിയും പയറുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈത്തപ്പഴം ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ചേർത്താണ് നമ്മൾ അച്ചാർ ഇട്ടേക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് എന്തായാലും പണി പാളിപ്പോയി. കാരണം ഫുള്ള് വീഡിയോസ് പിടിക്കാനായിട്ടാണ് ഇരുന്നത്. കറണ്ട് പോയതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈത്തപ്പഴം ഇടണം. ഈത്തപ്പഴം ഇട്ട് ഒരുവിധം വെന്ത് വന്നതിന് ശേഷം മുളക് പൊടി ഇടണം. പിന്നെ കായപ്പൊടി, ഉലുവയും കടുകും കൂടി പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ ഉപ്പിടണം. ഇതെല്ലാം ഇട്ട് ഇളക്കി നല്ല ഇതാക്കിയതിന് ശേഷം നമ്മൾ അച്ചാർ ഇട്ട് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് ഇളക്കി വെക്കണം. നല്ല ടേസ്റ്റാണ്, കയ്പൊന്നും ഉണ്ടാകത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞി അടുപ്പത്തിരുന്ന് ഇങ്ങനെ പിച്ചിരി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായ ഇട്ടപ്പോഴത്തേക്കും ഈ സ്വീറ്റ്സ് കേക്ക് ഉണ്ടല്ലോ, അതും കൂടിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് നമ്മൾ. അപ്പോൾ നല്ല വിശപ്പുണ്ട് സംഭവം. ഇന്ന് ഉച്ചയ്ക്കിനൊന്നും വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് നൈറ്റ് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചായ ഇട്ടപ്പോഴത്തേക്കും ഈ സ്വീറ്റ്സും കൂടി എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗെയ്സ് കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള പല പല കളർ പൈനാപ്പിളും റെഡും ഒക്കെ ചേർന്നിട്ട് വരുന്ന ഒന്ന് പൈനാപ്പിൾ ഫ്ലേവറാണ്, ഒന്ന് എന്ത് ഫ്ലേവർ എന്നറിയാം, അത് ഒരു ആപ്പിളിൻ്റെയൊക്കെ ടേസ്റ്റാണെന്ന് തോന്നുന്നു സംഭവം. അങ്ങനെ നമ്മളത് കഞ്ഞിക്ക് തേങ്ങാപ്പാലൊക്കെ അടിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് തേങ്ങ തിരുകിയിട്ട് അതിൻ്റെ തേങ്ങ മിക്സിയിൽ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി എടുത്ത് കഞ്ഞിക്കകത്തോട്ട് വീഴ്ത്തി ഒന്നും കൂടി ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഉണ്ടോ, നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പയറും കഞ്ഞിയും കൂടി നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കാരണം നല്ല ഇതാണ്. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്നും നമ്മൾ ചിക്കനും മട്ടനും ബീഫ് ഇതൊക്കെയല്ലേ കഴിക്കുന്നത്, അതുപോലെ കുട്ടികൾ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊഴിച്ച് കുടിക്കാം. അപ്പോൾ ഗേസ് നമ്മുടെ കഞ്ഞി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ലെമൺ ആൻഡ് ഡേറ്റ്സും കൂടി ചേർത്ത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അടിപൊളി അച്ചാറാണ്. അപ്പം നമ്മളിന്ന് ഇതൊക്കെ കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പം ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.